ഹായ് ഗായ്സ്, വെൽക്കം ടു ബേട്ടി വ്ളോഗ്സ്. ഇത് 2024 ഏപ്രിലിൽ ഞങ്ങൾ മലേഷ്യയ്ക്ക് പോയപ്പോൾ എടുത്തൊരു ചെറിയ വ്ളോഗാണ്. ഹൗ വി ലാൻഡഡ് ഇൻ മലേഷ്യ ഈസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. ഞങ്ങൾ വിയറ്റ്നാമിൽ പോയിട്ട് കൊച്ചിയിലേക്ക് തിരിച്ചു വരുന്ന വഴി മലേഷ്യയിൽ നിന്നായിരുന്നു ഞങ്ങൾക്ക് കണക്റ്റിംഗ് ഫ്ലൈറ്റ്. എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ഫ്ലൈറ്റ് മിസ്സാവുകയും പൈസയൊന്നും കൊടുക്കാതെ തന്നെ ഫ്ലൈറ്റ് റീഷെഡ്യൂൾ ചെയ്ത് തരികയും ചെയ്തു. ആൻഡ് ദാറ്റ്സ് ഹൗ വി ഗോട്ട് 10 to 12 hours to roam around in Malaysia. ഐ വാസ് സോ എക്സൈറ്റഡ്. അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ബാട്ടു കേവ്സ് ആയിരുന്നു. മലേഷ്യയിലെ ഒരു മേജർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ബാട്ടു കേവ്. ഇത് ഹിന്ദുസിൻ്റെ ഒരു വർഷിപ്പ് സ്ഥലമാണ്. ഇവിടെ കുറേ ടെമ്പിൾസ് ഉണ്ട്. ഇത് ബേസിക്കലി ലൈംസ്റ്റോൺ കേവ്സ് ആണ്. മുരുകൻ്റെ ഒരു 42 meters ടോൾ ഗോൾഡൻ സ്റ്റാച്ചു ആണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. മലേഷ്യൻ റിങ്കറ്റ് വരുന്നതും പോകുന്നതും അറിയത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരു കുപ്പി വെള്ളവും 2 ക്രീം ബണ്ണും ഒക്കെ കഴിച്ച് രാവിലെ കറങ്ങാൻ ഇറങ്ങി. അപ്പോൾ ഈ ലിമിറ്റഡ് ടൈമിനുള്ളിൽ ഞങ്ങൾ 4 സ്ഥലങ്ങളാണ് ഒരു ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ടൊരു വ്ളോഗൊന്നുമില്ല. ജസ്റ്റ് ഒരു ഷോർട്സ് ഉണ്ടാക്കി ഞാൻ കഴിഞ്ഞ വർഷം തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്കും ഇതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്യും. അങ്ങനെ നമ്മൾ സ്റ്റാച്ചുവിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു 272 സ്റ്റെപ്സ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ അതിൻ്റെ മേലെ കയറിയിട്ട് അവിടെയാണ് ടെമ്പിൾസ് ഉള്ളത്. അങ്ങനെ ടെമ്പിൾ വിസിറ്റ് കഴിയുമ്പോഴേക്കും പ്രസാദമായിട്ട് ലെമൺ റൈസ്, പിന്നെ കടല, പിന്നെ ഒരു ക്രിസ്പി വട, ഇതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ മലേഷ്യയുടെ 2 ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഒക്കെ വാങ്ങി അടുത്ത സ്ഥലത്തേക്ക് വിട്ടു. അപ്പോൾ നെക്സ്റ്റ് മലേഷ്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാരുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് പെട്രോണാസ് ട്വിൻ ടവേഴ്സാണ്. അപ്പോൾ ഞങ്ങളും അതിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ കുറേ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ നമുക്ക് ഫോട്ടോ എടുത്ത് തരാമെന്ന് പറഞ്ഞ് പുറകെ കൂടും. അപ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ലൊക്കേഷനൊന്നും അങ്ങനെ അറിയാത്തതുകൊണ്ട്, അതായത് ആ പെട്രോണാസ് ഫുള്ള് കിട്ടുന്ന രീതിയിൽ പിക്ക് എടുക്കുന്ന എവിടെ നിന്നാണെന്ന് അറിയാത്തതുകൊണ്ട് ഞങ്ങൾ അവരുടെ കൂടെ പോയി ഒരു ഫോട്ടോ എടുത്തു, പ്രൊഫഷണൽ ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട്. ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് തന്നെ ആ ലൊക്കേഷൻ കണ്ടുപിടിച്ച് സ്വന്തമായിട്ട് ട്രൈപോഡ് ഉണ്ടെങ്കിൽ എടുക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷേ എന്നാലും ഞങ്ങൾ അവരെ കൊണ്ട് എടുപ്പിച്ചു. സോഫ്റ്റ് കോപ്പി വാങ്ങി. ഇവിടെ ട്രാഫിക്കൊക്കെ നല്ല സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നവരാണ്. ഏതായാലും ഇന്ത്യ ഒഴിച്ച് ബാക്കി എല്ലാ കൺട്രീസും എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്ന്. ഇവിടെ റോഡിൽ എത്ര തിരക്കുണ്ടെങ്കിലും നമുക്ക് ഒരു വണ്ടിയും അങ്ങോട്ടോ ഇങ്ങോട്ടോ കുത്തിക്കയറ്റുന്ന ഒന്നും കാണാൻ പറ്റില്ല ഇന്ത്യയിലെ പോലെ. അങ്ങനെ പെട്രോണാസും കണ്ടു. ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും ഇല്ല, കുറേ കടകളും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഷടപടയുന്ന കുറേ ഫോട്ടോസും റീൽസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് വിട്ടു. നെക്സ്റ്റ് KL ടവേഴ്സിലേക്കാണ് പോയത്. KL ടവർ എന്ന് പറയുന്നത് വേൾഡിലെ 7th largest ടവറാണ്.
അപ്പോൾ ഇവിടെ നമുക്ക് ഒബ്സർവേഷൻ ഡെസ്കുകളുണ്ട് പല പല ഫ്ലോർസിലായിട്ട്. അപ്പോൾ ഓരോ ഹൈറ്റ് അനുസരിച്ചിട്ട് നമ്മുടെ ടിക്കറ്റിൻ്റെ പ്രൈസ് വേരി ചെയ്യും. നമ്മൾ ഏറ്റവും ലോവസ്റ്റ് പോയിന്റിലുള്ള ഒബ്സർവേഷൻ ഡെസ്ക്കാണ് എടുത്തത്. അത് തന്നെ ധാരാളമായിരുന്നു. എന്നിട്ട് അവിടുത്തെ വലിയ ബൈനോക്കുലറിൽ നിന്ന് മലേഷ്യ ഫുള്ളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ അവിടെ KL ടവർ, ഐ ലവ് മലേഷ്യ എന്നൊക്കെ എഴുതി ഒരു സ്റ്റാച്ചു ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് 4 ഫോട്ടോ ഒക്കെ എടുത്ത് പവലിയൻ മോളിലേക്കാണ് അടുത്തത് വിട്ടത്. ഇവിടെ പിന്നെ ഒരു പ്ലേസ് ഉള്ളത് ബേർഡ് സാങ്ച്വറിയോ സൂവോ അങ്ങനെ എന്തോ ആണ്. പക്ഷേ നമ്മൾ ടൈമൊക്കെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഏറ്റവും സേഫ് ഈ മോളിൽ കയറാനായിരുന്നു. എനിക്കങ്ങനെ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല ഈ മോള്. കാരണം ഇവിടുത്തെ എല്ലാ സാധനങ്ങളും നമുക്ക് പ്രൈസ് നോക്കി വെക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അത്രയും കത്തി വിലയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് എല്ലാം ഒന്ന് നോക്കി റൗണ്ട് അടിച്ച് ഇങ്ങനെ വന്നതേ ഉള്ളൂ. എൻ്റെ പോക്ക് കണ്ട എന്തോ കാര്യമായിട്ട് കണ്ട് വാങ്ങിക്കാൻ പോകുന്നതെന്ന് തോന്നും. പക്ഷെ വെറുതെ നോക്കി വെള്ളം ഇറക്കാൻ പോണതാണ്. പിന്നെ ഇതാണെന്ന് തോന്നുന്നു ഈ മോളിലെ ഏറ്റവും ടോപ്പിലെ ഫ്ലോറ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതെന്തോ ചൈന സ്ട്രീറ്റോ അങ്ങനെ എന്തോ ഇതിനെ പറയുന്നത്. ഇവിടെ ഒരുപാട് ക്യൂട്ട് സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും വാങ്ങിക്കാൻ പ്ലാനില്ലാത്തതുകൊണ്ട് ഷോപ്പിങ്ങിനൊന്നും കാര്യമായി പ്ലാൻ ഇല്ലായിരുന്നു. അപ്പോൾ ജസ്റ്റ് ക്യൂട്ട്നെസ്സൊക്കെ ഒന്ന് കണ്ട് ഇങ്ങനെ നടന്നു. പിന്നെ ഫുഡ് കോർട്ടിലേക്കാണ് വിട്ടത്. അവിടെ ഇഷ്ടം പോലെ എല്ലാം കണ്ടാൽ കൊതി വരുന്ന ടൈപ്പ് ഫുഡ് ഐറ്റംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ വേഗം കഴിച്ചിട്ട് ഡെസേർട്ടായിട്ട് ഒരു പേസ്ട്രി പോലത്തെ ഐറ്റവും കഴിച്ച് ഞങ്ങൾ ടാക്സി വിളിച്ചു. തിരിച്ചു പോകുന്ന വഴി നല്ലൊരു ബ്ലോക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ ഒരു ദിവസം കൂടി മലേഷ്യയിൽ സ്റ്റേ ചെയ്യേണ്ടി വരുമെന്ന് വിചാരിച്ചു ഫ്ലൈറ്റ് മിസ്സായിട്ട്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഇത് കേരളമല്ലല്ലോ, കുത്തിക്കയറ്റലും ബഹളവും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പയ്യെ ആ ട്രാഫിക് ബ്ലോക്കൊക്കെ മാറി ഞങ്ങൾ സേഫായിട്ട് സ്ഥലത്തെത്തി.